നമസ്കാരം. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു ഒപ്റ്റിക്കൽ ERP സോഫ്റ്റ്വെയർ അതൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതിനകത്ത് 3 മോഡ്യൂളാണുള്ളത്. ഒന്ന് iClinic, ഒപ്റ്റിക്കൽ സ്റ്റോർ, ഫാർമസി. അതിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒപ്റ്റിക്കൽ സ്റ്റോർ എന്നുള്ള മോഡ്യൂൾ മാത്രമാണ്. കുറച്ച് ലെങ്തി ആയിരിക്കും ഈ വീഡിയോ. കുറച്ചധികം ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഏകദേശം ഒരു ഫുള്ളി ഓട്ടോമേഷനാണ് ഇതിനകത്തുള്ളത്. ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറിൻ്റെ പർച്ചേസ്, സെയിൽസ്, ഓർഡർ ബുക്കിംഗ്, അങ്ങനെയുള്ള സംവിധാനങ്ങൾ, ലാബിലേക്ക് ഓർഡർ പോകുന്നത്, ലാബ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം വാട്സാപ്പ് മെസ്സേജ് പോകുന്നതിന് വാട്സാപ്പ് രണ്ട് രീതിയിൽ APIയും അല്ലാതെ നോർമൽ നമ്മുടെ വാട്സാപ്പും ഇതിനകത്തുനിന്ന് തന്നെ പോകുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറിന് താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ കോസ്റ്റിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓപ്ഷൻസ് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ശരിക്കും ഈ രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ 2 lakhs 3 lakhs റുപ്പീസോളം ചിലവ് വരുന്നതാണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ. ഇവിടെ ഞങ്ങൾ കോസ്റ്റിംഗ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് വെറും 15,000 രൂപയാണ് സിംഗിൾ ലൈസൻസ്. അതായത് ഒറ്റ മെഷീന് സിംഗിൾ ലൈസൻസ് 15,000 ലൈഫ് ടൈമാണ്. ഇത് ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ആണ്. ലൈഫ് ടൈം ആണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒപ്പം അഡീഷണൽ മെഷീൻസ് വേണമെങ്കിൽ 1,500 രൂപ, ഒരു മെഷീന് 1,500 രൂപ, അങ്ങനെ ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്ലാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കടയ്ക്ക് ആവശ്യമായ ഒറ്റ കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ 15,000 രൂപ ലൈഫ് ടൈമാണ്. ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് വാട്സാപ്പ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നെറ്റ് ഉണ്ടെങ്കിലേ അത് വർക്ക് ചെയ്യുള്ളൂ. അത്രയേ ഉള്ളൂ. ബാക്കി ഫങ്ഷൻസ് എല്ലാം ഓഫ്ലൈനാണ്. ഓക്കെ, ഞാൻ ആദ്യം ആ സോഫ്റ്റ്വെയറിൻ്റെ ഇതിലോട്ട് പോവാം, ലോഗിനിലോട്ട് പോവാം. നിങ്ങളത് ശ്രദ്ധിക്കുക. ഞാനൊരു യൂസറും പാസ്വേഡ്, ആദ്യമായിട്ടൊരു ബേസിക് സ്റ്റാൻഡേർഡ് പാസ്വേഡും യൂസർ നെയിമും ഞാനത് കൊടുത്തിട്ടുണ്ട്. ഞാനത് വെച്ച് ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, ലോഗിൻ ആയി കഴിഞ്ഞാൽ ഇതാണ് ഡാഷ്ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡാറ്റ ഇതിനകത്തുള്ളതുകൊണ്ടാണ് ആ വാല്യൂസ് ഇവിടെ കാണുന്നത്. നേരത്തെ ഒരു ട്രയൽ ചെയ്തത് അതുകൊണ്ടാണ് കാണുന്നതിനകത്ത്. ഓക്കെ, ഇതിനകത്ത് അത്യാവശ്യം മന്ത്ലി ടാർഗറ്റ് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ടോട്ടൽ എത്ര അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഇനി എത്ര അച്ചീവ് ആവാനുണ്ട്, പെർ ഡേ സെയിൽസ് എത്ര നമുക്ക് വേണം എന്നൊക്കെയുള്ള ഒരു കാൽക്കുലേഷൻ. അതായത് സ്റ്റോർ ഓണർ മന്ത്ലി ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസറിനത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഈ ഡാഷ്ബോർഡ് 2 കാര്യങ്ങളാണ്. ഡാഷ്ബോർഡ് വേണമെങ്കിൽ അഡ്മിന് യൂസറിൽ സെറ്റിങ്സിൽ ചെന്നിട്ട് വിസിബിൾ ആക്കാം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. വിസിബിൾ ആക്കുന്നില്ല, ഡിസേബിളാണ് ചെയ്യുന്നതെങ്കിൽ അഡ്മിൻ ഡാഷ്ബോർഡ് ആർക്കും കാണാൻ പറ്റത്തില്ല, അഡ്മിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എല്ലാ ഓപ്ഷൻസും ഇതിനകത്തുള്ള എല്ലാ മെനൂസും എല്ലാ ഓപ്ഷൻസും പെർമിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ യൂസറിന് വേണ്ടി അത് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഒരു സെയിൽസ്മാൻ, ഒപ്റ്റോമെട്രിസ്റ്റ്, അഡ്മിൻ 3 പേര് ഇതിനകത്തുണ്ടെങ്കിൽ 2 സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ 2 പേർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള സെറ്റിങ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഒരാളിന് ഓർഡർ ബുക്ക് ചെയ്യാനായിട്ടും മറ്റൊരാളിന് ഓർഡർ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. അതേമാതിരി തന്നെ ഒപ്റ്റോസിന് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓരോ ഓപ്ഷനും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. അതായത് നമ്മൾ മാസ്റ്റേഴ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഓരോ പെർമിഷൻസ് ഓരോ മെനുവും ഓരോ പെർമിഷനും നമുക്ക് ഡിസേബിൾ ചെയ്യാം, എനേബിൾ ചെയ്യാം. റോൾ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അതിലോട്ടൊക്കെ പിന്നെ വരാം. ആദ്യം എങ്ങനെയാണ് ഓർഡറിൻ്റെ വർക്കിംഗ് രീതി എന്ന് ഞാൻ പറയാം. കസ്റ്റമേഴ്സ് എന്ന് ആദ്യം വരുന്ന ഒരു പേഷ്യൻ്റ് രജിസ്ട്രേഷനാണ്. പേഷ്യൻ്റ് രജിസ്ട്രേഷൻ ഞാനൊന്ന് ചെയ്യാം. ഫോൺ നമ്പർ, നമുക്കൊരു ഫോൺ നമ്പർ, ഏതെങ്കിലും ഫോൺ നമ്പർ കൊടുക്കാം. ഒരു ഫോൺ നമ്പർ കൊടുത്തു. ഓക്കെ, ഞാൻ ഫോൺ നമ്പർ സേവ് ചെയ്ത് സുനിൽകുമാർ. എന്നിട്ട് അടുത്ത നമ്മൾ പോകുന്ന ഒപ്റ്റിക്കൽ സ്റ്റോർ ആണെങ്കിൽ അടുത്ത നമ്മൾ പോകുന്ന ഏതിലാണ്? പ്രിസ്ക്രിപ്ഷൻ എൻട്രി ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ എടുക്കുന്നു. പ്രിസ്ക്രിപ്ഷൻ എൻട്രി ചെയ്യാനായിട്ട് ആ MR നമ്പർ ഞാൻ കോപ്പി ചെയ്തു. പേഷ്യൻ്റ് ID MR നമ്പർ, അതിനകത്ത് കോപ്പി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് സിംഗിൾ ക്ലിക്ക് കൊടുത്താൽ മതി, കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, Ctrl+C അങ്ങനെ ഒന്നും വേണ്ട. കോപ്പി ചെയ്തു നേരെ പ്രിസ്ക്രിപ്ഷനിലോട്ട് വന്നു. പ്രിസ്ക്രിപ്ഷനിൽ വന്നിട്ട് നമ്മൾ ആ പേപ്പർ അവിടെ, ആ MR നമ്പർ അവിടെ പേസ്റ്റ് ചെയ്തു, ഫെച്ച് ചെയ്തു. ഓക്കെ, ലോഡ് ചെയ്തു. ആ പേഷ്യൻ്റ് അവിടെ ലോഡാകും. അല്ലെങ്കിൽ നമുക്ക് ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്തിടാം. 2 ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും എളുപ്പം ഫെച്ച് ചെയ്തെടുക്കുന്നതാണ്. അതിനുശേഷം ഒപ്റ്റോമെട്രിസ്റ്റാണ് ലോഗിൻ എങ്കിൽ അവിടെ ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ ലോഗിൻ അവിടെ കാണിക്കും. ഒപ്റ്റോമെട്രിസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ആരാണോ ആ ലോഗിനായിരിക്കും അതിനകത്ത് കാണുന്നത്. ലോഗിൻ ആരാണോ അതായിരിക്കും അവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എൻട്രി ചെയ്യലോട്ട് പോവാം. പ്രിസ്ക്രിപ്ഷൻ ഫുൾ എൻട്രി ചെയ്യുന്നവർക്കാണെങ്കിൽ എൻട്രി ചെയ്ത് പോവാം. ഡ്രോപ്പ് ഡൗൺ ആണ്, ടൈപ്പ് ചെയ്യാനും പറ്റും. ഒരിക്കൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഒരു മെമ്മറിയിലുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് പിടിച്ചിടുന്നതിന് എളുപ്പമായിരിക്കും. ഓക്കെ, വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക്
ചില സ്ഥാപനങ്ങൾ സ്പെക്ടക്കിൾ പ്രിസ്ക്രിപ്ഷൻ മാത്രമേ എൻട്രി ചെയ്യുള്ളൂ. ചിലത് പ്രസൻറ്റ് ഗ്ലാസ് പവർ കൊടുക്കുന്നുണ്ട്, ചിലത് ARM വാല്യൂ കൊടുക്കുന്നുണ്ട്, ഡയലറ്റർ AR കൊടുക്കുന്നുണ്ടാവാം. അത്യാവശ്യം ഒരു ക്ലിനിക്കൽ പ്രൊസീജിയറൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ ഈ ഒരു ബേസിക് ഒപ്റ്റിക്കൽ മോഡ്യൂളിനകത്ത് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രിസ്ക്രിപ്ഷൻ എന്നിരിക്കകത്ത്. അപ്പോൾ ഈ പ്രിസ്ക്രിപ്ഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ നമുക്കൊരു പേഷ്യൻറ്റിന് ഒരു കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് കാണാനായിട്ട് കുറച്ച് ഇമ്പ്രസീവ് ആയിരിക്കും ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ. പിന്നെ പ്രിസ്ക്രിപ്ഷൻ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കോൺടാക്ട് ലെൻസ് പവറും എല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുക്കാനുള്ള സംവിധാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പ്രിസ്ക്രിപ്ഷൻ സേവ് ചെയ്തു. ഇനി നമ്മൾ ഓർഡർ ബുക്ക് ചെയ്യുന്നതിലോട്ട് പോവാം. ഓർഡർ ബുക്ക് ചെയ്യുന്നത് നേരത്തെ പോലെ തന്നെ അതേ MR നമ്പർ തന്നെയാണ് അവിടെ കൊടുക്കേണ്ടത്. ഓർഡർ ബുക്ക് ചെയ്തു. അവിടെ നമ്മൾ സേവ് ചെയ്ത പ്രിസ്ക്രിപ്ഷൻ ഇവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും. ഓക്കെ, ഈ പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അതായത് പ്രീവിയസ് കസ്റ്റമറാണ്, അവർക്കുള്ള പ്രിസ്ക്രിപ്ഷൻ അന്ന് വന്ന പവറല്ല ഇന്ന് വേറെ പവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സ്കോറിൻ്റേത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഒരു കസ്റ്റമർ സ്കോറിംഗ് ആണത് വരുന്നത്. ഇപ്പോൾ പുതിയ കസ്റ്റമർ ആയതുകൊണ്ടാണ് നമുക്കത് പച്ചയായിട്ട് കാണുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഓർഡർ ബുക്ക് ചെയ്യുന്നതിലോട്ട് പോട്ടെ. അപ്പോൾ ഇതൊരു ഫ്രെയിം, ഡീഫോൾട്ടായിട്ടൊരു ഫ്രെയിം ഇതിനകത്ത് ഞാൻ കുറച്ച് ഫ്രെയിമുകൾ ഇതിനകത്തുള്ളൂ. ഞാൻ 2 ഫ്രെയിമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഒരു ഫ്രെയിം ആഡ് ചെയ്തു. ഇതിൽ ഫ്രെയിമിൻ്റെ A സൈസ്, B സൈസ്, DBL അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാനും ഫ്രെയിമിൻ്റെ ടൈപ്പ് കൊടുക്കുന്നതിനും ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ അതിനകത്ത് ആഡ് ആയി. വെച്ചാൽ ലാബുകൾക്ക് അത് ഉപയോഗമായിട്ട് വരും, ലെൻസ് ചെയ്യുന്നതിന് വേണ്ടി, അതിന് വേണ്ടിയാണ്. ഓക്കെ, ഇനി ലെൻസിൻ്റെ ഇത് ഞാൻ ആഡ് ചെയ്തു. ഒരു പേർ ലെൻസ്, ഇവിടെ ലെൻസ് റൈറ്റും ലെഫ്റ്റും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സിംഗിളായി മതിയെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുക, ആ ക്വാണ്ടിറ്റി ഒന്നായിട്ട് മാറും. 2 വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അത് ആഡ് ചെയ്തു. ഓക്കെ, ഇത് ഇവിടെയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ലെൻസ്, ഫ്രെയിം, കോൺടാക്ട് ലെൻസ് അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഞാൻ ആഡ് ചെയ്തു. ഇപ്പോൾ 2 പ്രോഡക്റ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഒപ്പം ഇതിനകത്തൊരു ചെറിയ ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 10,510 രൂപ ഇവിടെ വന്നത്. ആ 10 രൂപ 50 പൈസ നമുക്ക് റൗണ്ട് ചെയ്യാം. -10.50. ഓക്കെ, 10,500 വന്നു. ഞാൻ അതിലൊരു 5,500 അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ക്യാഷ് ആയിട്ടാണ് അഡ്വാൻസ്. ക്യാഷ്, UPI കാർഡ് എല്ലാം ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 5,500 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഡ്യൂ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. ഡ്യൂ ഡേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ സേവ് ചെയ്താൽ മതി. ഓക്കെ, ഓർഡർ സേവ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഓർഡർ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് ഓർഡർ പ്രിൻറ്റ്. നമുക്ക് 2 കോപ്പി, A4-ൻ്റെ 2 കോപ്പി ആയിട്ടാണ് വരുന്നത്. പകുതി കസ്റ്റമറിനും പകുതി നമ്മുടെ ലാബ് പർപ്പസിന് വേണ്ടിയും വർക്കിൻ്റെ കൂടെ വയ്ക്കുന്നതിന് വേണ്ടി, അങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കസ്റ്റമൈസേഷനുണ്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്കത് മാറ്റാൻ പറ്റും. ഇത് ഒരു ഓർഡർ ബുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞത്. ഇനി ചില സ്ഥാപനങ്ങളിൽ ഒരു കമ്പ്യൂട്ടറേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്തത് ആദ്യം ഫ്രണ്ട് ഡെസ്കിൽ ഒന്ന് അപ്പോയിൻമെൻറ്റ് കസ്റ്റമർ രജിസ്റ്റർ ചെയ്തു, ഒപ്റ്റോമെട്രിസ്റ്റ് പവർ എൻ്റർ ചെയ്തു, ഓർഡർ ബുക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഓർഡർ ബുക്ക് ചെയ്തു. ഇതാണ് ഇപ്പോൾ ഞാൻ ചെയ്ത സംഭവം. ഇത് ഒരു കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ടൊരു മെനു കൊടുത്തിട്ടുണ്ട് ഇവിടെയുണ്ട്, ഈ സൈഡിലുണ്ട്, 2 സൈഡിലുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ കസ്റ്റമർ നമുക്ക് സെലക്ട് ചെയ്യാം, കസ്റ്റമറിനെ രജിസ്റ്റർ ചെയ്യാം, ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഓർഡർ ബുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ നേരത്തെ ഇവിടെ കസ്റ്റമർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ വേറെ ഒന്നും കൂടെ നമുക്കൊരു കസ്റ്റമറിനെ കൂടെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഞാൻ കസ്റ്റമറോടെ രജിസ്റ്റർ ചെയ്തു. അവിടെ ഈ കസ്റ്റമറോടെ കയറി ഇവിടെയാണ് പ്രിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യേണ്ടത്. ഇതിനകത്ത് മറ്റേ പ്രിസ്ക്രിപ്ഷൻ പോലെയല്ല. ഇതിനകത്ത് ജസ്റ്റ് പവറോടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ടൈപ്പ് ചെയ്യുക, സെലക്ഷൻ ചെയ്യുക, ആ പവറോടെ ലോഡായി ഉടനെ തന്നെ തൊട്ട് താഴെ ഓർഡർ ബുക്ക് ചെയ്യാം. ഒറ്റ വിൻഡോയിലാണിത്. ഓക്കെ, അതിൽ ഞാൻ ഓർഡർ സെലക്ട് ചെയ്തു. ലെൻസ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ലെൻസിനകത്ത് നമുക്ക് 2 ഫ്രെയിമിലും ലെൻസിലും 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് വില നമുക്ക് കസ്റ്റമൈസ് ചെയ്ത്, ഇപ്പം ഡീഫോൾട്ട് വാല്യൂ ഇവിടെ എഡിറ്റബിൾ അല്ല, കണ്ടില്ലേ. ഇന്ന് ചില പ്രോഡക്റ്റുകൾക്ക് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വില കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. അത് എഡിറ്റബിൾ ആയിരിക്കും. അവിടെ നമുക്ക് കൈ കൊണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം ആ വില. ഓക്കെ, അവിടെ ഞാൻ 300 രൂപ വെച്ചു, അതും ആഡ് ചെയ്തു. ഓക്കെ, ശരി, വില ആഡ് ചെയ്തിട്ടുണ്ട്, ഫ്രെയിമും ആഡ് ചെയ്തിട്ടുണ്ട്, ലെൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അതിനകത്ത് ഡിസ്കൗണ്ടൊന്നും ഞാൻ വേറെ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ആ റൗണ്ട് ഓഫ് മാത്രം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 19 രൂപ 50 പൈസ റൗണ്ട് ചെയ്യാം നമുക്ക്. 19 രൂപ 50 പൈസ. ഓക്കെ, ഞാൻ 9,000 രൂപയ്ക്ക് ഞാൻ റൗണ്ട് ചെയ്തു. അതിൽ ഒരു UPI അഡ്വാൻസ് ഞാൻ വാങ്ങിക്കാം. UPI വാങ്ങിച്ചിട്ട് ഒരു 5,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചു UPI. ഓക്കെ, ഞാൻ ഡേറ്റ് ബുക്ക് ചെയ്യാൻ മറന്നു. ഓക്കെ, ഡേറ്റ് ഞാൻ ഡീഫാൾട്ട് ഡേറ്റ്, ഡെലിവറി ഡേറ്റ് ശരി എടുത്തു. ആ ഓർഡറും ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞു. 2 ഓർഡറും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ 2 ഈ രമേഷും ഈ സുനിൽകുമാറാണ് നമ്മളിപ്പം ബുക്ക് ചെയ്ത ഓർഡറുകൾ. ബുക്ക്ഡ് സ്റ്റാറ്റസിലാണ് ഇത് 2 കിടക്കുന്നത്, കണ്ടറിയാം കിടക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ബില്ലിംഗാണ് അടുത്തത്. ബില്ലിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ലാബിലോട്ട്, ഈ ഓർഡർ ബുക്ക് ചെയ്ത ഓർഡർ ലാബിലോട്ട് പോകുന്ന ഒരു മെനുവിലോട്ട് വരാം. ലാബിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ രമേഷും
സുനിൽകുമാർ 2 ഓർഡർ നമ്മൾ ബുക്ക് ചെയ്തത്. ഇതിൽ ചില കടകളിൽ ചില നമ്മൾ ബുക്ക് ചെയ്യുന്ന ഓർഡർ ആയിരിക്കില്ല, ആ പർട്ടിക്കുലർ ലെൻസ് ആയിരിക്കില്ല ലാബിൽ കൊടുക്കുന്നത്. ഐ മീൻ സ്റ്റോക്ക് പോയിന്റുകളിൽ കൊടുക്കുന്നത്, ലാബിലല്ല. ചില സ്റ്റോക്ക് ലെൻസുകൾ കൊടുക്കുന്ന ഹോൾസെയിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ സ്റ്റോക്ക് ചെയ്യുന്നത് സിംഗ്ലൂഷൻ ഹാർഡ് കോട്ട്, സിംഗ്ലൂഷൻ HMC, അല്ലെങ്കിൽ ക്രിപ്റ്റോക്ക് ഹാർഡ് കോട്ട്, പ്രോഗ്രസീവ് ഹാർഡ് കോട്ട്, പ്രോഗ്രസീവ് ARC അങ്ങനെയാണ്. അപ്പോൾ അവിടെ അവരുടെ പേരിനനുസരിച്ച് നമുക്കിത് മാറ്റാനായിട്ട് വേണമെങ്കിൽ, ഇത് ഒരു ഫോണിൽ കൂടെ വിളിച്ച് പറയുന്ന രീതി അല്ലാത്തത് കൊണ്ടും നമുക്ക് ചെയ്യാനായിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്ന പേരെന്താണോ ആ പേര് ഇവിടെ സെലക്ട് ചെയ്യുക. ആ പേര് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പം നമ്മളത് മാറി. ഇപ്പോൾ റെഡി സ്റ്റോക്ക് ബ്ലൂ കട്ട് ആണ് ഇതിനകത്ത് കിടക്കുന്നത്. റെഡി സ്റ്റോക്ക് ലെൻസ് 1.56 ബ്ലൂ കട്ട് എന്നുള്ളത് ഞാൻ അതിനെ മാറ്റി ഒരു ക്രിപ്റ്റോക്ക് ആക്കിയാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് ARC ആക്കി. ഓക്കെ, രണ്ടും ആക്കി. അപ്പോൾ ഇത് രണ്ടും ഞാൻ പേര് മാറ്റിയിട്ടുണ്ട്. ആ പേര് മാറ്റി രണ്ടും കൂടെ ഞാൻ സെലക്ട് ചെയ്ത് ലാബിലോട്ട് ഓർഡർ അയക്കുകയാണ്. ജസ്റ്റ് ഏതൊക്കെ ഓർഡറാണോ ലാബിൽ അയക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. ലാബിന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. ഏത് ലാബാണോ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലാബിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു, ജസ്റ്റ് ലാബ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രിവ്യൂ വരും ലാബിലേക്ക് അയക്കാനായിട്ട്. ആ പവറും ഇതെല്ലാം കൂടെ ലോഡായിട്ട് വരും. വന്നിട്ട് ജസ്റ്റ് ഒരു വാട്സാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സാപ്പ് വെബ് അതിനകത്ത് ഓപ്പൺ ആവും. അതിനകത്ത് തന്നെ ഒരു മെനു ഓപ്പണായിട്ട് അതിൽ ഈ പവർ ലോഡായിട്ട് വരും. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആ പവർ അതിനകത്ത് ലോഡായിട്ട് വരികയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു മിനിറ്റ്. ഓക്കെ, ഈ പവർ ഇവിടെ ലോഡായിട്ട് വരും. ലോഡായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് സെൻഡ് മാത്രം കൊടുത്താൽ മതി. അപ്പം നമ്മൾ കൊടുത്ത പവർ ഇതിനകത്ത് വേറെ മീൻസ് നമ്മൾ ബുക്ക് ചെയ്ത പവറല്ല ഇവിടെ കാണിക്കുന്നത്, വേറെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലാബിൻ്റെ ആ മോഡ്യൂളിലോട്ട് അത് പോകും. ആ ഓർഡർ പോകും. തിരിച്ച് ലാബ് രജിസ്റ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഓർഡറുകൾ അവിടെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി നമ്മൾ അവർക്ക് കൊടുത്ത ഏതാണോ, ആ സ്റ്റോക്ക് പോയിൻറ്റിന് കൊടുത്തിരിക്കുന്ന ഏതാണോ, ഒറിജിനൽ പ്രോഡക്റ്റ് നമ്മുടെ ഏതാണോ, ഒരു മാസം നമ്മൾ എത്ര അവർക്ക് കൊടുത്തു, ഫ്രം ഡേറ്റ് ടു ഡേറ്റ് ഏതൊക്കെ ആൾക്ക് എത്ര കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു സ്ഥലത്ത് എത്ര ഓർഡർ കൊടുത്തിട്ടുണ്ട്, അവർ എത്ര നമുക്ക് തിരിച്ച് തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇതിൽ നമ്മളിപ്പം സെൻഡ് ടു ലാബ് കൊടുത്തിട്ടുള്ള ഓർഡർ, ഇപ്പോൾ ഈ ഓർഡർ എടുക്കാം നമുക്ക് 12:38 ലാബ് എടുത്തിട്ട് അവർ നമുക്ക് തിരിച്ചു തന്നു. ഇപ്പോൾ ഒരു 2-3 കുറേ ലാബുകൾ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ. അപ്പോൾ അതിൽ ഒരു ലാബിൽ നിന്ന് സാധനം തിരിച്ചു തന്നു. തിരിച്ചു തന്ന സമയത്ത് ലെൻസിലൊരു ഡാമേജ് ഉണ്ട്. ഡാമേജ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പ്രൊഡക്റ്റ് ട്രാക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ല പ്രൊഡക്റ്റ് ട്രാക്ക് അല്ല, അതിന് ഞാൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഫെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എൻ്റെ ട്രാക്ക് എവിടെയാണോ റിട്ടേൺ ചെയ്യണമെങ്കിൽ റിട്ടേൺ ചെയ്യാം, സെൻഡ് ടു ലാബ് റീവർക്ക് ചെയ്യണമെങ്കിൽ റീവർക്ക് ചെയ്യാം. നമ്മൾ റീവർക്കിലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ പിന്നെയും ലാബ് മോഡ്യൂളിൽ വന്ന് കിടക്കും. അത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പിന്നെയും ആ ഓർഡർ അടുത്ത കൊടുക്കാം. ലാബ് ഓർഡറിലോട്ട് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്ത് ലാബിലോട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടാമത് ബില്ല് ചെയ്യാതിരിക്കാൻ അതിനകത്തൊരു ഇതും കൂടെ കൊടുക്കും. റീവർക്കാണ്, നിങ്ങൾ രണ്ടാമത് ഇത് ബില്ല് ചെയ്യരുത് എന്ന് ലാബിനൊരു നോട്ടിഫിക്കേഷൻ കൂടെ കൊടുത്തിട്ടായിരിക്കും പോകുന്നത്, ആ ഓർഡർ പോകുന്നത്, പർട്ടിക്കുലർ ഓർഡർ. അങ്ങനെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് അതിലോട്ട് വരാം. ഇനി അടുത്ത് നമുക്ക് ബില്ലിങ്ങിലോട്ട് വരാം. അതിൻ്റെ ഓർഡറിൻ്റെ ബില്ലിങ്ങിലോട്ട് വരാം. ബില്ലിംഗ് 2 സ്ഥലങ്ങളിൽ നമുക്ക് എടുക്കാം. അന്നന്ന് ബുക്ക് ചെയ്യുന്ന ഓർഡറുകൾ മാത്രം ഇവിടെ ടുഡേയ്സ് ഓർഡർ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇതിന് താഴെ കാണുന്ന. ബാക്കി സാധനം റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കി റിപ്പോർട്ടിനകത്ത് എല്ലാ ഓർഡർ എടുക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ബുക്ക് ചെയ്ത ഓർഡർ ആകുമ്പോൾ ഇതിനകത്തുനിന്നും ബില്ലിലോട്ട് പോവാം. അല്ലെങ്കിൽ ആ ഓർഡർ നമ്പർ ഏതാണോ ഓർഡർ, ആ ഓർഡർ കോപ്പി ചെയ്തിട്ട് നേരെ ബില്ലിലോട്ട് വരാം. ബില്ലിലോട്ട് വന്നിട്ട് ബില്ലിൽ നിന്ന് നേരെ ആ ഓർഡർ നമ്പർ ടൈപ്പ് ചെയ്ത് ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് വാങ്ങിക്കേണ്ട എമൗണ്ട് അതിനകത്ത് കാണിക്കും. ആ എമൗണ്ട് വെച്ചിട്ട് പേയ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് ബില്ലായി. ഓക്കെ, ബില്ല് ഇതുപോലെ GST ബില്ലാണ് കൊടുത്തിരിക്കുന്നത്. ബില്ലിന് നിങ്ങൾക്ക് GST ഉള്ള സ്ഥാപനമാണെങ്കിൽ GST കിട്ടും. GST ഇല്ലാത്ത സ്ഥാപനങ്ങളാണെങ്കിൽ നമുക്ക് GST എനേബിളും ഡിസേബിളും ചെയ്യാം. അതുപോലെ തന്നെ ടാക്സ് നമുക്ക് റിവേഴ്സ് ടാക്സും GST റിവേഴ്സും ഫോർവേഡും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഒരു 1200 പ്രോഡക്റ്റ് ഇൻക്ലൂഡിങ് GST 1200 ആക്കണോ, അതോ GST 1200 മുകളിൽ ചാർജ് ചെയ്യണോ, അത് സെറ്റിങ്സിലുണ്ട് ഇതിൻ്റെ.
നിങ്ങൾക്ക് യൂസർ അഡ്മിൻ അത് വേണ്ട രീതിയിൽ ചെയ്യാം. പിന്നെ ഒരു റെസീറ്റ് വോച്ചർ ചെയ്യുന്നത്, അത് കഴിഞ്ഞാൽ നമുക്കൊരു റെസീറ്റ് വോച്ചർ, ഓർഡർ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൻ്റൊക്കെ കൊടുത്തതിന് ശേഷമാണ് കസ്റ്റമർ പൈസ തരുന്നെങ്കിൽ നമുക്ക് റെസീറ്റ് എൻട്രി വെച്ചിട്ടുണ്ട്. ആ റെസീറ്റ് എൻട്രി ചെന്നിട്ട് നമുക്ക് റെസീറ്റ് എൻട്രി ഇടാൻ പറ്റും, അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിട്ടേൺ സാധനം വാങ്ങിക്കൊണ്ട് പോയിട്ട് സാധനം റിട്ടേൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, കുറച്ച് ഓപ്ഷൻസ് കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. റിട്ടേൺ ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഒരു ഓർഡർ നമ്പർ നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ ആദ്യം ആ ഓർഡർ നമ്പർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റിട്ടേണിലോട്ട് വരിക. റിട്ടേൺ ആ ഓർഡർ നമ്പർ ഇട്ട് അല്ലെങ്കിൽ ബിൽ നമ്പർ, ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എത്ര രൂപ ഏത് പ്രൊഡക്റ്റാണോ റിട്ടേൺ ചെയ്യേണ്ടത് അതവിടെ കാണിക്കും. നമ്മളിവിടെ ആ റേവാൻ ആണ് സെലക്ട് ചെയ്യുന്നത്. ഒന്ന് കൊടുത്തു, സെയിൽസ് റിട്ടേൺ നമ്മളെടുത്തു. ഓക്കെ, റിട്ടേൺ ക്വാണ്ടിറ്റി ആൾറെഡി ഈ ഓർഡർ നേരത്തെ ഞാൻ റിട്ടേൺ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അതാ കാണിക്കും. നമുക്ക് ബാക്കിലോട്ട് എവിടെ നിന്നും ബാക്കിലോട്ട് പോകാനായിട്ട് ഈ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ. ഈ ഒരു ബട്ടണിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ബാക്കിലോട്ട് പോകാം. ഞാനത് ബില്ലിങ്ങിൽ വരുന്നു, വേറൊരു ഓർഡർ നമുക്ക് റിട്ടേൺ ആയിട്ട് എടുക്കാം, ഈ ഓർഡർ എടുക്കാം. ഓക്കെ, ഇത് നേരത്തെ ഒരു ഡെമോ കൊടുത്തതുകൊണ്ടാണ് അതിനകത്ത് ആ വാല്യൂ കിടക്കുന്നത്. ഓക്കെ, ശരി. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാനത് ഇതിപ്പം റിട്ടേണബിൾ ക്വാണ്ടിറ്റി ഇവിടെ ഒന്നുണ്ട്. ഇവിടെ ഓൾറെഡി റിട്ടേണിൽ 0 ആണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, റിട്ടേൺ എടുത്തു, സെയിൽ റിട്ടേൺ ആയിട്ടുണ്ട്. ഓക്കെ, സെയിൽസ് റിട്ടേൺ കൺഫേം ആക്കി എടുത്തു. അത് നമുക്ക് പ്രിൻ്റ് വേണമെങ്കിൽ സെയിൽസ് റിട്ടേണിൻ്റെ ഒരു പ്രിൻ്റ് കൊടുക്കണമെങ്കിൽ പ്രിൻ്റ് കൊടുക്കാം. അപ്പോൾ അത് വേണ്ട, നമ്മളെടുത്തു. ഇനി ഈ കസ്റ്റമറിൻ്റെ സെയിൽസ് റിട്ടേൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കസ്റ്റമറിന്, രമേശ് എന്ന് പറഞ്ഞ ഈ കസ്റ്റമറിന് നമുക്ക് വേണമെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. അതായത് റീഫണ്ട് വോച്ചർ. ഇപ്പോൾ ആ എമൗണ്ട് നമുക്കിവിടെ ഉണ്ട്. കസ്റ്റമറിൻ്റെ കയ്യിൽ ഇന്ന് ഇത്ര രൂപ 8371 ഈ ഡിസ്കൗണ്ട് പോയിട്ടുള്ള തുകയാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് കസ്റ്റമറിന് നമ്മൾ എന്തെങ്കിലും റൗണ്ട് ഓഫ് എമൗണ്ട് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാർട്ടിൽ നമ്മൾ എത്ര ആഡ് ചെയ്തിട്ടുണ്ടോ, ലെൻസ് ഫ്രെയിം കൂടെ എത്ര ആഡ് ചെയ്തിട്ടുണ്ടോ, അതിൽ എത്ര ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടോ അതിന് ആനുപാതികമായി, വിലയ്ക്ക് ആനുപാതികമായി, ഡിസ്കൗണ്ട് ആനുപാതികമായി കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കൗണ്ട്, ആ എമൗണ്ട് മാത്രമായിരിക്കും ഇവിടെ റിട്ടേൺ എമൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, ആ റിട്ടേൺ എമൗണ്ട് നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പകുതി. ഇപ്പോൾ കസ്റ്റമർ പറയാണ് എനിക്ക് ഒരു 5000 രൂപയ്ക്ക് തന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ 5000 രൂപ ബാക്കി എൻ്റെ അടുത്ത ഓർഡറിൽ ഞാൻ ഉപയോഗിച്ചോളാം എന്ന് പറയുന്നത്. 5000 രൂപ വന്നു, 5000 രൂപ ഇങ്ങോട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല, UPI ആയിട്ടാണെങ്കിൽ മോഡ് ഓഫ് പേയ്മെൻറ്റ് UPI സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അത് നിങ്ങൾ റിട്ടേൺ ചെയ്തു. ആ റിട്ടേണിന് ഒരു പ്രിൻ്റ് വെച്ചിട്ടുണ്ട്, റിട്ടേൺ കൊടുക്കാൻ പറ്റും. എഗെയിൻ ഈ കസ്റ്റമർ പിന്നെയും വന്നു, എനിക്കൊരു ഓർഡർ ചെയ്യണം, നിങ്ങളിൽ കുറച്ച് പൈസ നിപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്ന് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡർ രണ്ടാമത് കസ്റ്റമർ വരുന്ന സമയത്ത് എടുക്കുക. ആ കസ്റ്റമറിൻ്റെ പേഷ്യൻ്റ് ഐഡിയിൽ MR നമ്പർ ഇവിടെ കൊടുത്ത് ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കാണിക്കും, പോയിട്ട് ഇതാണ്ടോ ഇത്രയും രൂപയാണ് കസ്റ്റമറിൻ്റെ ഉള്ളത്. അപ്പോൾ ആ അടുത്തൊരു ഓർഡർ ആഡ് ചെയ്തതിന് ശേഷം, ഇപ്പം ഞാൻ ലെൻസ് മാത്രമായിട്ട് ബുക്ക് ചെയ്യാം. അടുത്തത് ഒരു ലെൻസ് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ 2520 രൂപയാണ്. അതിൽ ഈ ക്രെഡിറ്റ് യൂസ്ഡ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എത്ര രൂപ നമുക്ക് എടുക്കണോ അത്രയും നമുക്ക് എടുക്കാം. ടോട്ടൽ 2520 രൂപയും 520 രൂപയും നമുക്ക് ക്രെഡിറ്റിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റിൽ നിന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ആ ഓർഡർ പ്ലേസ് ആയി. ഡ്യൂ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഓക്കെ, ആ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓർഡർ ബുക്കിങ്ങിൻ്റെ രീതി. പിന്നെ അടുത്തത് റീഫണ്ട്, ഡാമേജ് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഫ്രെയിമിൻ്റെ ഡാമേജസ്. അപ്പോൾ ഞാൻ റിട്ടേൺസ് പറഞ്ഞു, റീഫണ്ട് പറഞ്ഞു, ഡാമേജ്. അടുത്തത് ഫ്രെയിം ഡാമേജ് ആണെങ്കിൽ ഡാമേജ് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഡാമേജ് എന്നുള്ള റീസൺ കൊടുക്കുക, ഡാമേജ് എൻട്രി ചെയ്യുക. അപ്പോൾ ആ ഡാമേജ് എൻട്രി ലിസ്റ്റിൽ അത് കാണും. അഡ്മിൻ അത് അപ്രൂവ് ചെയ്യുന്നെങ്കിൽ സ്റ്റോക്കിൽ നിന്ന് നമുക്കത് മാറ്റാൻ പറ്റും. ഓക്കെ, സ്റ്റോക്കിൽ ഇത് മാറും. ഇതാണ് അടുത്തത്. ഇൻവെൻട്രി നമുക്ക് മാനുവലായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം സബ് കാറ്റഗറി, അതായത് ഫ്രെയിമിൻ്റെ ഫുൾ ഫ്രെയിമാണോ, റിമിലസ് ആണോ, സെമി, അതുപോലെ ലെൻസിൻ്റെ എന്തൊക്കെ ടൈപ്പ് സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇത്രയും ഫീൽഡുകൾ നമുക്ക് ഇപ്പം ആവശ്യമുള്ളത് മാത്രം നമുക്ക് എൻട്രി ചെയ്താൽ മതി. അതുപോലെ തന്നെ ചെറിയ സ്ക്രീനുള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ 3 ലൈൻ അത് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡർ അങ്ങ് നീങ്ങും, സ്ക്രീൻ വലുതാവും. എവിടെ നിന്ന് വേണമെങ്കിലും അത് വലുതാക്കാൻ പറ്റും, കണ്ടില്ലേ? അപ്പോൾ അത് വരും, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ബൾക്കായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, എക്സൽ വഴി ആഡ് ചെയ്യാൻ പറ്റും. അതായത് ബാർകോഡ്, പ്രൊഡക്റ്റ് നെയിം, വില, MRP, കളക്ഷൻ കൊടുക്കുന്നവരാണെങ്കിൽ കളക്ഷൻ കൊടുക്കാം. അതും വെച്ചിട്ട് സ്റ്റോക്ക് ക്വാണ്ടിറ്റിയും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ആഡ് ചെയ്യാനായിട്ടും ബൾക്കായിട്ട് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതേമാതിരി തന്നെ ടോട്ടൽ സ്റ്റോക്ക് അറിയാനായിട്ട് ഈ പ്രൊഡക്റ്റിലെല്ലാം ഒരു ഹൈപ്പർ ലിങ്ക് വെച്ചിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, വില മാറ്റാൻ പറ്റും, സ്റ്റോക്ക് ക്വാണ്ടിറ്റി മാറ്റാൻ പറ്റും, ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇതെല്ലാം അഡ്മിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ബാർകോഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ബാർകോഡ്
2-3 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കസ്റ്റമൈസേഷൻ ഒരുപാട് നമുക്ക് എങ്ങനെ വേണോ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് യൂസറിനനുസരിച്ച് കേട്ടോ. ഇപ്പോൾ നമുക്ക് ബാർകോഡ് എന്ന് പറഞ്ഞാൽ ബാർകോഡ് ഇപ്പോൾ സെലക്ട് ചെയ്ത് ഇപ്പോൾ A4 ആണ് ഇതിനകത്ത് കിടക്കുന്നത്. A4ൽ എൻ്റെ സ്റ്റിക്കർ സൈസ് 58 mm അല്ല, എൻ്റെ 62 mm ആണ്. എന്നാൽ ഹൈറ്റ് വന്നിട്ട് ഒരു 18 mm ആണ് എൻ്റെ ഹൈറ്റ്. 4 A4ൽ 4 വെച്ച് എനിക്ക് വേണം, അങ്ങനെയാണ് എൻ്റെ ഇതെങ്കിൽ അത് സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് സ്റ്റിക്കർ മാറും, സ്റ്റിക്കർ സൈസ് മാറും. അപ്പം നമ്മുടെ ചോയ്സ് അനുസരിച്ച് ചില സ്ഥാപനങ്ങളിൽ നമ്മുടെ ബാർകോഡ് പ്രിൻ്റർ കാണും, ബാർകോഡ് പ്രിൻ്റർ ഈ റോളർ ടൈപ്പ് പ്രിൻ്റർ റോൾ പേപ്പർ ഇടുന്നത്. അപ്പോൾ ആ സ്റ്റിക്കറിൻ്റെ സൈസ് നമ്മളവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് സ്റ്റിക്കർ ഇവിടെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് സെറ്റിങ്സിൽ നമ്മുടെ സ്റ്റിക്കർ സൈസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാർകോഡ് സ്റ്റിക്കർ ഡിഫോൾട്ട് സെറ്റിങ്സ് ഇവിടെ നമ്മൾ സെറ്റിങ്സിൽ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് അവിടെ ഇത് മാറ്റാൻ പറ്റും. ഓക്കെ, ഞാൻ സെറ്റിങ്സിലോട്ട് വരാം. ഞാനിപ്പോൾ സ്റ്റോക്കിലോട്ട് നിൽക്കുകയാണ്. ഞാൻ തിരിച്ച് പഴയ പോലെ സ്റ്റോക്കിൽ പോവുകയാണ്. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് പോകുന്നത്. അത് ഇൻവെൻട്രിയിലോട്ട് വന്ന് പിന്നെ പർച്ചേസ് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് ലെഡ്ജറുണ്ട്. സപ്ലയറിന് പർച്ചേസ് നമുക്ക് എക്സൽ വഴി അപ്ഡേറ്റ് ചെയ്യാം. എക്സലിൻ്റെ ഒരു പ്രിവ്യൂ ഉണ്ടാവും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്വാണ്ടിറ്റി കറക്റ്റ് ആണോ എന്നെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ബൾക്കായിട്ട് ആഡ് ചെയ്യാം. അല്ല ഇൻഡിവിജ്വലായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പർച്ചേസ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സപ്ലയറിന് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. സപ്ലയറിൻ്റെ പേയ്മെൻറ്റ് വരുന്നതനുസരിച്ച് സപ്ലയറിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാം. ബാലൻസ് എത്രയാണെന്ന് കാണിക്കും. ആ എക്സിക്യൂട്ടീവ് വരുമ്പോഴത്തേക്ക് അയാൾ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണെന്നുള്ള പേയ്മെൻറ്റ് കാണിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു പർച്ചേസ് മോഡ്യൂൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ലെഡ്ജറും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ്, ഇത് ലെൻസ് റെഡിയായോ ഓർഡർ റെഡിയായോ എന്നുള്ള സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് അടുത്ത ഉള്ളത്. ഇപ്പോൾ ഒരു ഓർഡറിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബില്ല് ആവാത്തൊരു ബുക്കഡ് ഓർഡർ, ഓക്കെ, ഞാൻ ഈ ഒരു ബുക്കഡ് ഓർഡർ എടുത്തിട്ട് നമുക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ആ ബുക്കഡ് ഓർഡർ ഇവിടെ ഓർഡർ നമ്പറോടെ സെലക്ട് ചെയ്യുക. അവിടെ വന്നിട്ട് നമുക്ക് സ്റ്റാറ്റസ് റെഡി ഫോർ ഡെലിവറി ആണെങ്കിൽ റെഡി ഫോർ ഡെലിവറി നമുക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. അതിന് വാട്സാപ്പ് അയക്കണമെങ്കിൽ വാട്സാപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് അപ്പോൾ തന്നെ ഓണാവും. കസ്റ്റമറിന് ആ മെസ്സേജ് പ്രീ ഫിൽഡായിട്ട് അതിനകത്ത് വരും. ജസ്റ്റ് സെൻഡ് ചെയ്യുക. ഇത് API ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ വാട്സാപ്പ് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. അതേസമയം API ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ മാനുവലായിട്ട് നമ്മൾ പുഷ് ചെയ്യാണ് മെസ്സേജ്. പക്ഷേ മെസ്സേജ് പ്രീ ലോഡായിട്ട് ഇതിനകത്ത് കയറി വരുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ചിലവില്ല, നമുക്ക് പൈസ ഇല്ലല്ലോ. ഒരു വാട്സാപ്പ് എടുത്ത് നമുക്ക് അതിനകത്ത് നമ്മൾ വാട്സാപ്പ് വെബ് സ്കാൻ ചെയ്യുന്ന പോലെ സ്കാൻ ചെയ്തിട്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ വാട്സാപ്പ് നിങ്ങൾക്ക് മെറ്റ അപ്രൂവൽ എടുത്ത് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ മെറ്റ ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം മെറ്റയിൽ നിന്ന് നമുക്ക് അപ്രൂവൽ വാങ്ങിക്കാം. അപ്രൂവൽ വാങ്ങിക്കുകയാണെങ്കിൽ വാട്സാപ്പ് API നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ബാക്കപ്പിനകത്ത് വാട്സാപ്പ് API കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ആ API കൊടുത്ത് API ടോക്കണും ഇതും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ മെസ്സേജ് തനിയെ പോകും. നമ്മളിപ്പോൾ മാനുവലായിട്ട് അത് പുഷ് ചെയ്യേണ്ട കാര്യമില്ല. സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ കസ്റ്റമറിന് മെസ്സേജ് തനിയെ തന്നെ പോകും. ഇവിടെ ഓർഡർ ബുക്കിങ്ങിന്, ബില്ലിങ്ങിന്, അതുപോലെ അപ്പോയിൻമെൻറ്റ് അപ്പോയിൻമെൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോയിൻമെൻറ്റിന് എല്ലാം നമ്മൾ വാട്സാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പോയിൻമെൻറ്റിന് വേറൊരു ഇതുള്ളത്, അപ്പോയിൻമെൻറ്റ് നമ്മൾ ഗൂഗിളിൻ്റെ നിങ്ങളുടെ പ്രൊഫൈൽ ലൊക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ അപ്പോയിൻമെൻറ്റ് വാട്സാപ്പ് മെസ്സേജ് പോകുമ്പം അതിൻ്റെ താഴെ നിങ്ങളുടെ മാപ്പ് തന്നെ വരും. അപ്പോൾ അവർക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിന് വേണ്ടി അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വാട്സാപ്പ് മെസ്സേജിനകത്ത് അപ്പോയിൻമെൻറ്റിനകത്ത് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാക്ക് ഓർഡർ, ഇതിനകത്തൊരു കാര്യം, ഈ ട്രാക്ക് ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഓർഡർ നിങ്ങളൊന്നെടുത്ത് കാണിക്കാം. കുറേ എക്സ്പീരിയൻസ്, അതായത് ഞാൻ ഒരു 10-200 സ്റ്റാഫുകളെ ഞാൻ കൈകാര്യം ചെയ്തിട്ട ഒരാളാണ്. അപ്പം ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് പല രീതിയിൽ ഞാൻ എത്രത്തോളം അത് മെച്ചപ്പെടുത്താൻ പറ്റുമോ എൻ്റെ രീതിയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ. ഇതിനകത്ത് ഒരു റെഡി ഫോർ ഡെലിവറി ഇട്ടിരിക്കുന്ന ഒരു ഓർഡറാണ്. ഞാൻ ആ ഓർഡറിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് വരാം, ഒന്ന് എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ എഡിറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ അഡ്മിന് വേണമെങ്കിൽ, സ്റ്റോർ ഓണറിന് വേണമെങ്കിൽ 2 സെയിൽസ്മാൻമാരുണ്ട്. അപ്പോൾ ഒരു സെയിൽസ്മാൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം, മറ്റേ ആളിന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണ്ട. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 2 പേർക്ക് വേണമെങ്കിലും കൊടുക്കാം, 2 പേർക്കും കൊടുക്കാതിരിക്കാം, വാട്ടവർ എന്ത് വേണം ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് പവറുള്ള ഒരു യൂസറാണ് എന്നിരിക്കട്ടെ. ഞാൻ നേരെ ആ എഡിറ്റിങ്ങിലോട്ട് വന്നു. എഡിറ്റിങ്ങിൽ വന്നിട്ട് നേരത്തെ ഈ 2520 രൂപ ഇതിനകത്ത് വാങ്ങിച്ചിരുന്നു. ആ പൈസ ക്രെഡിറ്റിൽ നിന്നാണ് നമ്മൾ എടുത്തിരുന്നത്. ആ പൈസ ഞാൻ മാറ്റിയിട്ട് ശരിക്കും ഒരു 2000 രൂപ ക്രെഡിറ്റ് ആണെങ്കിൽ, മറ്റേ ഇതാണെങ്കിലോ ഒരു വ്യത്യാസം, എന്താ ചെറിയ മോഡിഫിക്കേഷൻ ഞാൻ വരുത്തിയിട്ട് ഓർഡർ സേവ് ചെയ്തു. ഓക്കെ, അതിനകത്തങ്ങ് മാറ്റി. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ ട്രാക്ക് ഓർഡർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ട്രാക്ക് ഓർഡറിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ട്രാക്കിലല്ല
സ്റ്റാറ്റസ് അപ്ഡേറ്റിൽ ചെന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഫുള്ള് ട്രാക്ക് വരും ഇതിനകത്ത്. കണ്ടോ, ഈ എന്തൊക്കെ ഈ ഓർഡറിൽ ഞാൻ ചെയ്തു എന്നുള്ളതിനകത്ത് വരും. 2520 നിന്ന് 2000 രൂപ ആ ഇവൻ്റ് ഇതിനകത്ത് വരും. ഇപ്പോൾ എന്തെങ്കിലും സാധനം ഞാൻ നേരത്തെ ഈ ഓർഡർ ഒരിക്കൽ ഡെമോ കാണിച്ചാണ്. എന്നതുണ്ട് കസ്റ്റമർ ക്രെഡിറ്റ് അപ്ഡേറ്റഡ് 2500 നിന്ന് 2000 ആക്കിയിട്ടുണ്ട് എന്നുള്ള ആ നമ്മൾ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇതിനകത്ത് വരും. അതേപോലെ തന്നെ ഇത് ബില്ല് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുമ്പോഴും ബില്ലിങ്ങിലും ഈ സാധനം എടുത്ത് കാണിക്കും എന്താണ് ഇന്നത്തെ ഇവൻ്റ് നടന്നിട്ടുള്ളതെന്നുള്ളത്. ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അഡ്മിന് ഡിസേബിൾ ചെയ്യുന്ന രീതിയിൽ, യൂസറിന് ഡിസേബിൾ കാണാൻ പറ്റാത്ത രീതിയിൽ വേണമെങ്കിൽ ഇടാം, കാണുന്ന രീതിയിൽ ഇടാം. അപ്പോൾ എന്ത് സാധനമാണോ ഇതിനകത്ത് ചെയ്തത്, ഇവൻ്റ് എന്താണ്, ഇവൻ്റ് ഇപ്പോൾ ഫ്രെയിം മാറ്റിയിട്ട് വേറൊരു ഫ്രെയിം കയറ്റി, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് മാറ്റിയിട്ട് ഡിസ്കൗണ്ട് കൂട്ടി, അഡ്വാൻസ് എമൗണ്ട് മാറ്റിയിട്ടു, എന്താണോ ഇവൻ്റ് നടന്നത് ആ ഇവൻ്റ് അവിടെ ട്രാക്ക് ചെയ്യും. ഇതാണ് ഇതിനകത്തുള്ളത്. ഇത് എഡിറ്റബിൾ അല്ല, ഇത് മാറ്റാനും പറ്റത്തില്ല. അഡ്മിൻ വിചാരിക്കാതെ ഇത് മാറ്റാൻ പറ്റത്തില്ല. അഡ്മിൻ പാസ്വേഡ് ഉള്ളവർക്ക് വേണമെങ്കിൽ മാറ്റാം. പിന്നെ പരമാവധി സേഫ്റ്റി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫയൽ സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ കുറച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ കൂടെ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് സിസ്റ്റം ഫയൽസ് എഡിറ്റ് ചെയ്യാൻ നോക്കിയാലോ ഇതെല്ലാം അപ്പോഴും തന്നെ ഇത് ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യും. ഒപ്പം അതുപോലെ തന്നെ ഈ പാസ്വേഡ് റീബൂട്ട് ചെയ്യുന്ന സമയത്ത് ബൂട്ടാവത്തില്ല, സോഫ്റ്റ്വെയർ ബൂട്ടാവത്തില്ല, കാണിക്കും ഇത് മാനിപ്പുലേഷൻ അതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് തന്നെ അത് കാണിക്കും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാബ് ഓർഡർ ഞാൻ പറഞ്ഞു. ലാബ് ഓർഡറിനകത്ത് ലാബ് രജിസ്റ്റർ ഞാൻ വെച്ചിട്ടുണ്ട്. ലാബ് രജിസ്റ്ററിനകത്ത് നമുക്ക് ഡെമോ സോറി ഈ ഓർഡറുകൾ ഏതൊക്കെ ലാബിൽ എത്രയൊക്കെ പോയിട്ടുണ്ട്, നമ്മൾ ആക്ച്വൽ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേരെന്തായിരുന്നു, നമ്മൾ ലാബിലേക്ക് കൊടുത്ത പേരെന്തായിരുന്നു, എത്ര ലാബിൽ നിന്ന് റീവർക്കിന് വന്നിട്ട് ഒരു മാസം എത്ര കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യം. ഇൻവെൻട്രി ഞാൻ ബൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളടുത്ത് പറഞ്ഞു. അതേപോലെ തന്നെ പർച്ചേസ് ആഡ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് റെസിപ്റ്റ്, സ്റ്റോക്ക് സ്റ്റാറ്റസ്. ഈ സ്റ്റോക്ക് സ്റ്റാറ്റസിനകത്ത് നമുക്കൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ ഈ റേബാൻ ഏവിയേറ്റർ എന്ന് പറഞ്ഞ ഈ ഫ്രെയിം നമ്മളിൽ 6 എണ്ണമാണ് നമ്മളിൽ തുടക്കത്തിലുണ്ടായിരുന്നു. 6 എണ്ണം ഓപ്പണിംഗ് സ്റ്റോക്കായിട്ടുണ്ടായിരുന്നു അല്ലേ. ബുക്കിഡിൽ 2 എണ്ണം ഇപ്പോൾ കിടപ്പുണ്ട്, ബില്ല് 2 എണ്ണം ഉണ്ട്, റിട്ടേൺ 2 എണ്ണം റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 എണ്ണത്തിൽ നമ്മൾ 2 എണ്ണം ബില്ല് ചെയ്തു, അപ്പോൾ 4 എണ്ണമായി, 2 എണ്ണം റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന രീതിയിൽ അത് സ്റ്റോക്കിൽ കെയർ ചെയ്യുന്നത് ശരിക്കും റിട്ടേൺ. അത് അൺലെസ് അത് ഡാമേജ് അല്ല റിട്ടേണാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 6 എണ്ണത്തിൽ 2 എണ്ണം വിറ്റു, 2 എണ്ണം സ്റ്റോക്കിൽ കയറി. അപ്പോൾ 4 എണ്ണമാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. അത് ഇവിടെ ഷെൽഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി വെച്ചിട്ടുണ്ട്. ഷെൽഫിൽ 4 എണ്ണം എന്തായാലും ഉണ്ടാവണം. അതേസമയം അതിൻ്റെ ആക്ച്വൽ സ്റ്റോക്ക് 6 കാര്യം 2 എണ്ണം ബുക്കിങ്ങിൽ കിടക്കുകയാണ് ഈ സാധനം. ബുക്കിങ്ങിൽ 2 എണ്ണം ഇപ്പോഴും കിടപ്പുണ്ട്. ടോട്ടൽ 6 എണ്ണത്തിൽ 2 എണ്ണം ബില്ല് ചെയ്തു, 2 എണ്ണം ബുക്കിങ്ങിലാണ്. ഓക്കെ, അങ്ങനെ ഷെൽഫിൽ ബാക്കി 4 എണ്ണം കാണണം. പക്ഷേ ആക്ച്വൽ ക്വാണ്ടിറ്റി 6 അങ്ങനെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് എണ്ണമാണ് 2 എണ്ണം ബുക്കിൽ കിടക്കുന്നത് വെച്ചാൽ അത് ഹൈപ്പർ ലിങ്ക് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഓർഡർ എന്നുള്ള അവിടെ കാണും. ആ ഓർഡറിലാണ് കിടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും, ഏതൊക്കെ ഓർഡറിലാണെന്നുള്ളത്. ഓക്കെ, അതേമാതിരി തന്നെ ബില്ല് ചെയ്ത സാധനം ഇതെല്ലാം ഹൈപ്പർ ലിങ്കുകളാണ്. ഏതൊക്കെയാണോ അത് ഏതൊക്കെ ബില്ല് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് അതിനകത്ത് കാണാൻ പറ്റും. ബുക്ക് ചെയ്ത ഓർഡറുകൾ ഏതാണോ അത് അവിടെ കിട്ടും. അത് ഇങ്ങനെ ഒരു ഇത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് ആഡ് ചെയ്യാനായിട്ട്, ബൾക്കായിട്ട് സ്റ്റോക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുണ്ട്. എക്സലിനെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ മാസ്റ്ററിനകത്ത് സപ്ലയർ മാസ്റ്റർ, നമ്മളെ ഡോക്ടർ, ഒപ്റ്റോ അവരെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ്, ഇൻകം ആൻഡ് എക്സ്പെൻസ് ഹെഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. ഇൻകം എക്സ്പെൻസ് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അത് നമ്മളെ ഇൻകം കടയിൽ എന്തെങ്കിലും എക്സ്പെൻസ് ഇടുന്ന ഓഫീസ് എക്സ്പെൻസ് ഒരു 200 രൂപ ഞാനൊരു ഓഫീസ് എക്സ്പെൻസ് ഇട്ടു ക്യാഷ്. അതുപോലെ തന്നെ ഒരു ഇൻകം നമുക്കിടാം. കൺസൾട്ടേഷൻ കളക്റ്റഡ് ഒരു 1000 രൂപ കൺസൾട്ടേഷനിൽ നമുക്ക് കിട്ടി അന്നത്തെ ദിവസം. കൺസൾട്ടേഷൻ കൂടെ ഇട്ടു. ഇൻകം എക്സ്പെൻസ് ഇടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡേ ബുക്കിനകത്ത്. ഇനി നമുക്ക് തിരിച്ച് ഇതിനകത്ത് ഡേ ബുക്ക് എടുക്കാം. റിപ്പോർട്ട് കുറച്ചധികം റിപ്പോർട്ടുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ യൂസറിന് ആവശ്യമുള്ള രീതിയിൽ വേറെ റിപ്പോർട്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇടാവുന്നതാണ്. ഓക്കെ, ഡേ ബുക്കിനകത്ത് ഇതാണ് ഡേ ബുക്ക്. അപ്പോൾ ഡേ ബുക്കിനകത്ത് എന്താണ് പൈസ എവിടെ നിന്ന് വന്നതെന്ന് അറിയണമെങ്കിൽ ഈ നീല കാണുന്നതിലെല്ലാം ഹൈപ്പർ ലിങ്കുകളാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഏതൊക്കെ ഓർഡർ ചെയ്യുന്ന എത്ര രൂപ വെച്ച് വന്നു എന്നാണ് അതിനകത്ത് കാണിക്കുന്നത്. ഓരോന്ന് നമുക്ക് പെട്ടെന്ന് കണക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിനാണ് അത് ഇട്ടിരിക്കുന്നത്. ഏതൊക്കെ ആരെയെന്നൊക്കെ പൈസ വന്നു, എന്തൊക്കെയാണ് നമ്മുടെ ചിലവുകൾ, UPI എത്ര, ക്യാഷ് എത്ര, ക്ലോസിംഗ് ബാലൻസ് എത്ര, ഇതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് കൺഫേം ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഡേ ക്ലോസ് ചെയ്യാം വൈകുന്നേരം. അല്ലെങ്കിൽ രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡേ ക്ലോസ് ചെയ്യും. ബാങ്കിങ് സിസ്റ്റം പോലെ ആ ഡേ ക്ലോസ് ഓട്ടോമാറ്റിക്കായിട്ട് ആവും. പിന്നെ അത് മാറ്റണമെങ്കിൽ അഡ്മിന് മാത്രമേ പറ്റുള്ളൂ.
അഡ്മിൻ വിചാരിച്ചാലേ അത് മാറ്റാൻ പറ്റുള്ളൂ. അടുത്ത ദിവസത്തെ ആ എമൗണ്ട് അടുത്ത ദിവസത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടായിരിക്കും കയറി വരുന്നത്. അങ്ങനെ അതിനകത്ത് സിസ്റ്റം ഉള്ളത്. പിന്നെ പ്രൊഡക്റ്റ് ട്രാക്ക് പറഞ്ഞു. ബിസിനസ് അനാലിസിസ് നമ്മൾ ഡാറ്റകളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ്, സെയിൽസ്, എക്സ്പെൻസസ് ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു ജസ്റ്റ് ഒരു ബിസിനസ് പ്രോഫിറ്റിലാണോ നഷ്ടത്തിലാണോ പോകുന്നത് എന്നുള്ള നമ്മുടെ എത്ര പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ള കാൽക്കുലേഷൻ GSTയുടെ ഉൾപ്പെടെയുള്ള കാൽക്കുലേഷൻ എടുത്തിട്ടൊരു ബിസിനസ് അനാലിസിസ് ടൂൾ അതിനകത്ത് വരും. അത് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 3 മോഡ്യൂൾ ഉള്ളതുകൊണ്ടാണ്. ഇതിനകത്ത് ഇപ്പോൾ സിംഗിൾ മോഡ്യൂൾ ഒപ്റ്റിക്കൽ മാത്രമാണ്. ഒപ്റ്റിക്കൽ, ക്ലിനിക്ക്, ഫാർമസി. ഇതിനകത്ത് ക്ലിനിക്കിനകത്തുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കിനകത്തൊരു കൺസൾട്ടേഷൻ, ഇതിൽ പ്രിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. ക്ലിനിക്ക് മോഡ്യൂൾ ഞാൻ ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് അടുത്ത വീഡിയോ ഇടാൻ താല്പര്യമുള്ളവർ പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിലോട്ട് ഇടാം. ക്ലിനിക്ക് മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഒപ്റ്റോമെട്രി വർക്കപ്പ് ഉണ്ട്. ഫുൾ ഒപ്റ്റോമെട്രി, ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ ഒപ്റ്റോമെട്രി വർക്കപ്പാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒപ്പം കൺസൾട്ടേഷൻ മോഡ്യൂൾ, ഡോക്ടറിന് കൺസൾട്ടേഷൻ ഈസിയാക്കി ചെയ്യാൻ പറ്റുന്നത്. ആ ഒപ്റ്റോമെട്രി വർക്കപ്പ് മൊത്തം അതിൻ്റെ റൈറ്റ് സൈഡിൽ വരും. ഡോക്ടറിന് കൺസൾട്ടേഷൻ ജസ്റ്റ് മൗസ് ക്ലിക്കിൽ തന്നെ ഓരോന്നും ഫണ്ടസ് എക്സാമിനേഷനും ഈ പറഞ്ഞ പോലെ സില്ലാമ്പ് നോക്കുന്നതാണെങ്കിലോ ആൻറ്റീരിയർ എല്ലാം നമുക്കത് സിംഗിൾ ക്ലിക്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓപ്ഷൻ ചെയ്തിരിക്കുന്നത്. അതിലൊരു AE റിപ്പോർട്ടും കൂടെ ഉണ്ട്. AE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ FDA അപ്രൂവൽ ആയിട്ടുള്ള ഒപ്റ്റാൽമോളജിക്ക് വേണ്ടി, ഡയഗ്നോസിന് വേണ്ടി FDA അപ്രൂവൽ ആയിട്ടുള്ള ഓപ്പൺ AIയുടെ ഒരു ടൂളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം ജെമിനിയുടെ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഒരു ഫണ്ടസ് ഫോട്ടോയോ അല്ലെങ്കിൽ OCT ഇമേജോ ടോപ്പോഗ്രാഫിയോ B-സ്കാനോ ഏതാണോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വേറെ ഒന്നും റെഫറൻസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ ഒരു ബേസിക് കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ബേസിക് ഡയഗ്നോസിസ് റിപ്പോർട്ട് അതിനകത്ത് ക്രിയേറ്റ് ആവും. ഒരു 20 സെക്കൻഡൊക്കെ എടുക്കുള്ളൂ. 20-30 സെക്കൻഡിനകത്ത് ഒരു റിപ്പോർട്ട് അതിനകത്ത് ജനറേറ്റ് ആവും. അത് ഡ്രാഫ്റ്റ് റിപ്പോർട്ടായിരിക്കും. അത് ഡോക്ടറിന് അത് വായിച്ച് നോക്കാം. വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫൈനൽ റിപ്പോർട്ടായിട്ട് ജസ്റ്റ് സേവ് as ഫൈനൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ റിപ്പോർട്ടായിട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റും. അതാണ് ഈ കൺസൾട്ടേഷൻ AE മോഡൽ. ഇതൊരു പ്രിൻ്റ് ഔട്ട് ഇംപ്രസീവായിട്ട് കസ്റ്റമർ കാണുമ്പോൾ നല്ല രസത്തിലൊരു പ്രിൻ്റ് ഔട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ക്യാമ്പുകൾക്കും അതുപോലെ തന്നെ ഒരു സാധാരണ ഒരു ചെറിയ ക്ലിനിക്കുകളിൽ ആണെങ്കിൽ തന്നെ ഒരു ബേസിക് ഡയഗ്നോസിസിന് ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടൂളാണത്. ടൂൾ അത് അഡീഷണൽ അത് ക്ലിനിക് മോഡ്യൂളും AEയുടേതും സെപ്പറേറ്റ് ആണ്. അതായത് ഈ ഒപ്റ്റിക്കലിൻ്റെ മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. ക്ലിനിക് മോഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഒപ്റ്റിക്കൽ മോഡ്യൂളിലാണ് 15,000 രൂപ. അഗെയിൻ അടുത്ത ക്ലിനിക് മോഡ്യൂൾ അതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ അതിന് 15,000 രൂപയാണ് അതിനും അഡീഷണൽ ആയിട്ട് വരുന്നത്. ക്ലിനിക് മോഡ്യൂളിന് ഒരു പ്രത്യേകത ഉള്ളത് ക്ലിനിക്ക് പ്ലസ് ഫാർമസിയാണ് അതിനകത്തുള്ളത്. ഓക്കെ, ക്ലിനിക്ക്, ഫാർമസി, ഒപ്റ്റിക്കൽ ഇത് 3ഉം ആ മോഡ്യൂളിൽ കാണും. അപ്പോൾ ടോട്ടൽ 30,000 ആണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഉള്ളത് AE ഇൻ്റഗ്രേഷൻ ആയിട്ടുള്ളത് അത് 45,000 ആണ് AEയുടെ. അത് ഫുൾ പ്രോ വെർഷൻ, 3 വെർഷനാണ്, സ്റ്റാൻഡേർഡ് പ്ലസ് പ്രോ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് വെർഷൻ്റെ ഡീറ്റെയിൽസാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഉള്ളത് ഈ മെനുകളെല്ലാം ഇവിടെ തന്നെ ഉള്ള ഞാൻ ഇനി ഈ സൈഡിൽ കാണുന്ന പോലെ എളുപ്പത്തിന് ആവശ്യമായ മെനുകളെല്ലാം ഈ മുകളിലും വന്നിട്ടുണ്ട്. അടുത്തത് നമുക്കിവിടെ ഒരു ഗ്ലോബൽ സെർച്ച് ഉണ്ട്. ഇവിടെ എന്ത് പേഷ്യൻറ്റിന് എന്ത് കസ്റ്റമറിനെ കുറിച്ചോ എപ്പോഴും വേണോ ഏത് മെനുവിൽ നിന്നോ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ഓർഡർ ബുക്ക് ചെയ്യാം. ഞാനൊരു നമ്പർ കൊടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ ഓറഞ്ചായിട്ട് വന്നത്. നേരത്തെ പച്ചയായിരുന്നു അല്ലേ, ഇപ്പോൾ ഓറഞ്ചാണ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ അത്രത്തോളം നിങ്ങൾക്ക് റിലയബിൾ അല്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഓർഡർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് ബില്ല് ചെയ്തിട്ടുണ്ട്, ഒന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആവറേജ് പർച്ചേസിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. റേറ്റിംഗ് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ ആ ഒറ്റ ബില്ല്, സിംഗിൾ ബില്ല് വെച്ചിട്ടുള്ളൊരു വാല്യുവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇത് ചുവപ്പാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം, കുഴപ്പക്കാരനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്കോറിംഗ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമറിനെ അഡ്വാൻസ് വാങ്ങിക്കാതെ വിടാം, വാങ്ങിക്കുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതാണ് ഈ സ്കോറിംഗ് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കോറിംഗ്. ഇത് പുതിയൊരു പേഷ്യൻറ്റിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ സെർച്ചിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാലും എവിടെ നിന്ന് കഴിഞ്ഞാലും ഇത് നമുക്ക് എടുത്ത് കാണിക്കും. എവിടെ നിന്നാലും കണ്ടോ, ഏതിനകത്ത് നിന്നാലും കാണിക്കും. പിന്നെ ഇവിടെ നിന്ന് നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് കണ്ടോ ആക്റ്റീവ് ബാലൻസ് ഉണ്ട്, ഓർഡറിന് ബാലൻസ് ഉണ്ട് എന്നെടുത്ത് കാണിക്കും. ഒരു കസ്റ്റമർ ഒന്ന് ഫോൺ നമ്പർ പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന്, പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ ഓർഡർ പെൻഡിങ് കിടക്കുന്നതിന് ബില്ല് ചെയ്യാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നേരെ ആ ബില്ലിലോട്ട് പോകും. അപ്പോൾ ഒറ്റ വിൻഡോയ്ക്കകത്ത് നിന്ന് തന്നെ നമുക്ക് ഈ മെനു ഒന്നും വിളിക്കാതെ തന്നെ പേഷ്യൻ്റെ ഫോൺ നമ്പർ വന്നു കഴിഞ്ഞാൽ ഫോൺ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് പേപ്പറൊന്നും കയ്യിലില്ല, ഓർഡർ സ്ലിപ്പൊന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ അത് എടുത്ത് ബില്ല് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പോകാം. പിന്നെ ഓർഡർ എഡിറ്റ് ചെയ്യാൻ പെർമിഷൻ ഉള്ളവർക്ക് ഈ എഡിറ്റ് ഇവിടെ കിടക്കുന്നത് പെർമിഷൻ ഉള്ളതുകൊണ്ടാണ്. പെർമിഷൻ ഇല്ലെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ അവിടെ കാണത്തില്ല. പൈസ റെസീറ്റ് വയ്ക്കുന്നതിനും എല്ലാം അതിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട്. ഓർഡർ പ്രിവ്യൂ കൊടുക്കുന്നെങ്കിൽ ഓർഡർ പ്രിവ്യൂ അവിടെ വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗ്ലോബൽ സെർച്ചിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ
അടുത്തത് വന്നിട്ട് ഏകദേശം ഇനി സെറ്റിങ്സ് മാസ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ് ഇനി സെറ്റിങ്സിനകത്ത് എല്ലാ സെറ്റിങ്സും ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. GST ഡിസേബിൾ, എനേബിൾ, ഫോർവേഡ്, ബാക്ക്വേഡ്, റിവേഴ്സ്, പിന്നെ ഈ അലോ യൂസറിന് ആട്ടോ ഡിസ്കൗണ്ട് കൊടുക്കും, ലൈൻ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓഫർ കൊടുക്കണോ എന്നുള്ളത്. അതായത് ഇതിനകത്തൊരു ഓഫർ മോഡ്യൂളുണ്ട്, ബൈ ഓൺ ഗെറ്റ് ഓൺ ബോഗോ ഓഫറൊക്കെ ഇതിനകത്ത് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ആ ബോഗോ ഓഫർ ഫ്രെയിം കൊടുക്കുന്നത് ഫ്രെയിം പ്ലസ് ലെൻസ്, ഫ്രെയിം ആക്കുമ്പോൾ ലെൻസ് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ഓഫർ ഹാഫ് പ്രൈസ്, ഫിക്സർ പ്രൈസ് അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ഫ്രെയിം ഇപ്പോൾ എക്സാമ്പിൾ റേബാൻ 30-25 ഫ്രെയിമിൻ്റെ കൂടെ നമ്മളൊരു കളക്ഷൻ ഓഫ് ഫ്രെയിമിനകത്തുനിന്ന് ചൂസ് ചെയ്യാം എന്നാണ് കൊടുക്കണമെങ്കിൽ അവിടെ കളക്ഷൻ, ആ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രെയിമുകളെല്ലാം കൂടെ നിങ്ങളൊരു കളക്ഷനിലോട്ട് കൊണ്ടുവരിക. കളക്ഷനിൽ കൊണ്ടുവന്നതിന് ശേഷം ആ കളക്ഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രെയിം റേബാൻ ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കാണിക്കും, യൂസറിനെ കാണിക്കും ഓൾറെഡി ഇത് ബൈ ഓൺ ഗെറ്റ് ഓൺ ഓഫർ ഉള്ളതാണ്, നിങ്ങൾക്ക് ഓഫർ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ആ ബോഗോ ഓഫർ എന്ന് പറയുന്നത്. യൂസറിന് കൊടുക്കാതിരിക്കാം, പക്ഷേ ഈ കൊടുക്കാതിരിക്കാം എന്നുള്ളത് അഡ്മിന് തീരുമാനിക്കാം. അഡ്മിൻ ഡിസേബിൾ ചെയ്താലേ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റത്തില്ല. അതാണ് എൻ്റെ ഓഫർ. ഓട്ടോമാറ്റിക്കായിട്ട് ഓഫർ മാനേജ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എന്ത് ഒരു ഫെസ്റ്റിവൽ ഓഫറോ എന്ത് വന്നാലും നിങ്ങൾക്ക് ഓരോ പേര് കൊടുത്ത് ഓരോ ഓഫറിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഇത്ര നാൾ വരെ ആ ഓഫർ കൊടുക്കാം എന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്തിടാൻ പറ്റും. പിന്നെ ടാർജറ്റ്, മന്ത്ലി ടാർജറ്റ്, ബിസിനസ് ഓണറിന് ഒരു ടാർജറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് മന്ത്ലി എത്ര ഇൻക്രിമെൻറ്റ് വേണം എന്ന് സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് മന്ത്ലി ടാർജറ്റ് അതിനകത്ത് വരും. ലാബുകൾ ആരൊക്കെയാണോ അവരെ ഇമെയിൽ, വാട്സാപ്പ് നമ്പർ കൊടുത്താൽ അത് പറ്റും. ലാബിൻ്റെ പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോൾ ലെൻസുകൾ, മൾട്ടി ബ്രാൻഡ് ലെൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നു, കൊഡാക്ക്, എസ്എൽആർ അങ്ങനെയുള്ള പല കമ്പനികളുടെയും ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നു. പക്ഷേ ചില സമയങ്ങളിൽ അതിൻ്റെ അവൈലബിലിറ്റി കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്ക് ലെൻസ്, അർജൻറ്റൊക്കെ വരുന്ന സമയത്ത് സ്റ്റോക്ക് ലെൻസ് ഇട്ട് കൊടുക്കും. അപ്പോൾ സ്റ്റോക്ക് ലെൻസ് ഹോൾസെയിൽ ചെയ്യുന്നവരുടെ പേര് വേറെയാണ്, സിംഗിൾ ഓഷൻ സ്റ്റോക്ക് ഹാർഡ് കോട്ട് അല്ലെങ്കിൽ സിംഗിൾ ഓഷൻ സ്റ്റോക്ക് HMC അങ്ങനെയാണ്. അപ്പോൾ ആ പേരാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. ആ നിങ്ങൾ ഉപയോഗിക്കുന്ന ആരാണോ നിങ്ങളെ സപ്ലയർ അവർ ഉപയോഗിക്കുന്ന പേരെന്താണോ ആ പേരിവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ ബാക്കപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ API ഉപയോഗിക്കുന്നവർക്ക് വാട്സാപ്പ് API, ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കണമെന്നവർക്ക് ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവിലോട്ട് കൊടുക്കാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ് കൊടുത്താലുള്ള ഗുണമെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയാലും ഹാർഡ് ഡിസ്ക് കംപ്ലയിൻ്റ് ആയാലും ഗൂഗിൾ ഡ്രൈവിനകത്ത് നിങ്ങൾക്ക് ബാക്കപ്പ് എടുക്കാം. നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് നമുക്ക് തന്നെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 90% കേസുകളിലും C ഡ്രൈവിൽ ബാക്കപ്പ് കൊടുക്കാതിരുന്നാൽ മതി. ഇപ്പം ഇതിനകത്ത് C ഡ്രൈവാണ് ബാക്കപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ആ C എന്നുള്ള മാറ്റി നിങ്ങൾ Dയിലോ Eയിലോ ഏതെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിൽ ആ പാത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ C ഡ്രൈവ് നിങ്ങൾക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ബുദ്ധിമുട്ട് വരത്തില്ല. ഇതാണ് ഞാൻ AIയുടെ പറഞ്ഞത്. അത് ഈ മോഡ്യൂളിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെർഷൻ്റെ ഒരു വ്യത്യാസമാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ ഒപ്റ്റിക്കൽ വെർഷനകത്ത് ഇത് കാണത്തില്ല. ഓക്കെ, അടുത്തത് ഒരു അപ്ഡേഷൻ, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഈ ഒരു ഫ്രെയിം വർക്കിനകത്തോ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് വേണമെങ്കിൽ അപ്ഡേറ്റ് ഉള്ളവർക്ക് അപ്ഡേറ്റ് ആക്കാം. അതിന് വേറൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു കമ്പ്യൂട്ടറാണെങ്കിൽ ഇത് ഓഫ്ലൈനാണ്. നമ്മൾ ആക്ടിവേഷന് വേണ്ടി മാത്രം നെറ്റ് മതി. പിന്നെ വാട്സാപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ മാത്രം നെറ്റ് മതി. അപ്പോൾ അല്ലെങ്കിൽ അപ്ഡേഷൻ വേണമെന്നുള്ളവർക്ക് അപ്ഡേറ്റ് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കും, നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് അപ്ഡേറ്റ് മാത്രം കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ഡേറ്റ് കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് എൻ്റെ അപ്ഡേഷൻ ഉള്ളത്. അതിന് അഡീഷണൽ കോസ്റ്റും ചാർജും ഒന്നുമില്ല. അപ്ഡേഷൻ നമ്മൾ എന്ത് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ ചെയ്ത് കഴിഞ്ഞാലും അത് ഫ്രീ ആയിരിക്കും, ലൈഫ് ടൈം ഫ്രീ ആയിരിക്കും സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്ലിയർ സ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനം, നമ്മൾ ടോട്ടൽ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മൊത്തം ആ സ്ഥാപനത്തിൻ്റെ ബിസിനസ് ഡാറ്റ മൊത്തം ക്ലിയർ ചെയ്യാനായിട്ട് റീസെറ്റ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു സിംഗിൾ ലൈസൻസിലാണ്. സിംഗിൾ ലൈസൻസുള്ള മെഷീനിൽ മാത്രമേ പറ്റുള്ളൂ. ഈ സോഫ്റ്റ്വെയർ കോപ്പി ചെയ്ത് വേറൊരു മെഷീനിൽ കൊണ്ടിട്ടാലോ ഇത് വർക്ക് ചെയ്യത്തില്ല. അതുപോലെ ഡാറ്റാബേസ് കോപ്പി ചെയ്തോ വേറെ മെഷീനിലോ കൊണ്ടിട്ടാലും ഇത് വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ ഏത് മെഷീനിലാണോ ഇടുന്നത് ആ മെഷീനിൽ ആക്ടിവേഷൻ ചെയ്യുന്ന മെഷീനിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ആ അഡീഷണൽ മെഷീനിൽ നിങ്ങൾ അഡീഷണൽ ലൈസൻസ് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അല്ലെങ്കിൽ നിങ്ങളത് സംസാരിച്ചിട്ട് ഇത് മീൻസ് ഇതിൻ്റെ പ്രോ വെർഷൻ വാങ്ങും. അപ്പോൾ അൺലിമിറ്റഡ് ആയിരിക്കും നിങ്ങളുടെ യൂസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ യൂസ് അനുസരിച്ചിട്ട്. പിന്നെ മൾട്ടി ബ്രാഞ്ച്, ഇത് സിംഗിൾ ബ്രാഞ്ചാണ് ഇതിനകത്ത് കിടക്കുന്നത്. മൾട്ടി ബ്രാഞ്ച് കൈകാര്യം ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒറ്റ ഇപ്പോൾ മൊബൈൽ ഒരു ആപ്പോ അല്ലെങ്കിൽ ഇതുവഴി നിങ്ങൾക്ക് കാണണമെങ്കിലോ വീട്ടിൽ ഇരുന്ന് അത് സെയിൽസ് അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നോക്കണമെങ്കിലോ ഓർഡർ എഡിറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷന് വേണ്ടി വേണമെങ്കിൽ ആ ഒരു ഓപ്ഷനും വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ് ഇതിനകത്ത്. പിന്നെ ഏകദേശം ഞാൻ എല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു ഇതിനകത്ത്.
അപ്പോയിൻമെൻറ്റ് സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. പേര് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, ടൈപ്പ് ചെയ്യുക, ഡോക്ടറിനെ സെലക്ട് ചെയ്യുക, ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക, അപ്പോയിൻമെൻറ്റായി, പ്രിസ്ക്രിപ്ഷനായി. അത്രയേ ഉള്ളൂ. പിന്നെ റിപ്പോർട്ട് ഏകദേശം എല്ലാ റിപ്പോർട്ടുകളും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. GST റിപ്പോർട്ട്, B2B, ലാബിൻ്റെ ഓർഡർ രജിസ്റ്റർ, അങ്ങനെയുള്ള ഡ്യൂ ഡേറ്റ് വൈസ് ഓർഡർ പ്രിൻ്റ് ഔട്ട് റിപ്പോർട്ട്, എല്ലാ റിപ്പോർട്ടുകളും ഇതിനകത്തുണ്ട്, ഏകദേശം റിപ്പോർട്ടുകൾ. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ റിപ്പോർട്ടുകൾ വേണം, എന്തെങ്കിലും ഒരു സ്പെസിഫിക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ആവശ്യമുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനൊന്നും അഡീഷണൽ കോസ്റ്റ് ചെയ്യത്തില്ല. അതായത് ഈ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും അഡീഷണലായിട്ട് നമുക്ക് കോസ്റ്റിൻ്റെ ആവശ്യം വരത്തില്ല. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്തു തരുന്നതാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഒരുപാട് ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ ഏകദേശം ഇത് തന്നെ 40 മിനിറ്റോളമായി. ഞാൻ അടുത്ത ഒരു ക്ലിനിക്കൽ വീഡിയോ ആയിട്ട് ഞാൻ രണ്ടാമത് നിങ്ങൾക്ക് ഇട്ടുതരാം. ക്ലിനിക്കൽ മോഡ്യൂൾ AE മോഡ്യൂളായിട്ട് രണ്ടാമത് ഇട്ടുതരാം. ഈ സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഡെമോ വേണമെന്നുള്ളവർക്കോ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ളവർക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ സംവിധാനം ഞാൻ ചെയ്തു തരാം. ഒരു 7 ദിവസത്തെ ഡെമോ ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ജസ്റ്റ് ആക്ടിവേഷൻ മാത്രം മതി. ആക്ടിവേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. അതിലേക്ക് വേണ്ടിയുള്ള ഒരു ഡെമോ വേണമെങ്കിൽ ഇട്ടുതരാം. പിന്നെ ഓക്കെ, ഇത് ഏകദേശം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കൂടെ വേണം. എന്തെങ്കിലും പുതുതായിട്ട് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുകഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. സാധാരണ രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഈ ഒപ്റ്റിക്കൽ സോഫ്റ്റ്വെയറുള്ള വലിയ വിലകൾ കൊടുത്താണ് എല്ലാവരും വാങ്ങിക്കുന്നത്. ഇത് സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിലാണിത് ചെയ്തിരിക്കുന്നത്. ഇത്രയധികം ഓപ്ഷൻസോട് കൂടി ഞാൻ സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു എറർ ഫ്രീ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരത്തില്ല. ഹാങ് ആവുന്ന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഒന്ന് നോക്കി നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.